കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ജാസി കൊറ്റംകുളങ്ങര അമ്പലത്തിൽ എത്തിയതിന് ശേഷമുള്ള ആ ഒരു ഇൻസിഡന്റ്. ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ആരാണെങ്കിലും ഇപ്പോൾ അവരൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളതിൻ്റെ പേരിലൊന്നുമല്ല, ആസ് എ ഹ്യൂമൻ ബീങ് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇത്രയും ആൾക്കാരോട് വളഞ്ഞിട്ടിട്ട് ജാസിൻ്റെ അടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറുന്ന കാണുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട്. നമ്മൾ ഈ ജയസൂര്യയുടെ ഒക്കെ ഈ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു സിനിമയില്ലേ, അതിനകത്തൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു അത്തരം സീൻസിൻ്റെയൊക്കെയാണ് ഒരു ലൈറ്റ് വെർഷൻ ആയിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പോകുന്നത് ഈ വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് കപട മുഖമായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളും, എന്നാൽ ഇരുട്ടിൻ്റെ വാക്കിലാണെങ്കിൽ ചില കുത്സിക പ്രവർത്തികൾ കാണിച്ചുകൊണ്ട് പകൽമാന്യരായിട്ട് നടക്കുന്ന ചില ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എന്തിനാണെങ്കിലും ഈ അമ്പലത്തിലെ ഒരു ആചാരം, കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് വിളക്കെടുക്കുന്ന ഒരു ആചാരമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളതായിരുന്നു ജാസി അവിടെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ട് ആ ഒരു ആചാരത്തെ പറ്റിയിട്ട്, അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ആണിനെ പെൺവേഷമണിയിച്ച് ആഘോഷമാക്കുന്ന കേരളത്തിലെ വനദുർഗയുടെ ഏക ക്ഷേത്രമാണ് കൊറ്റൻകുളങ്ങര. അഭീഷ്ട കാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവീപ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങ്. സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് സമൂഹം അംഗീകരിക്കുന്ന ദിവസങ്ങൾ. വാക്കിലും നോക്കിലും സ്ത്രീയായി മാറിയ 1000-ലധികം പുരുഷ സുന്ദരികളുടെ മായാലോകം. ഇതാണ് ചവറ കൊറ്റൻകുളങ്ങര ചമയവിളക്കുത്സവം. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതായത് സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ സമൂഹം അംഗീകരിക്കുന്ന ദിവസം അല്ലേ, അതാണ് ആചാരം, അതാണ് ഐതിഹ്യം, അതാണ് അവിടുത്തെ വിശ്വാസം അല്ലേ. അതിനുശേഷം ഇവിടെ കാണാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നാട്ടിലെ വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കുറേ കപട മോഹങ്ങളാണ് ഇനി നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ജാസി ആണെങ്കിൽ ജാസി അല്ല അവിടെ വിളക്കെടുക്കാൻ വന്നത്, ജാസിയുടെ ഒപ്പം ഉള്ളായിരുന്ന സുഹൃത്തായിരുന്നു അവിടെ വിളക്കെടുക്കാൻ വന്നത്. ജാസി അവിടെ തൊഴാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പുഷ്പ 2 സിനിമയ്ക്കകത്ത് അല്ലു അർജുൻ പെൺവേഷം കെട്ടി നടത്തുന്ന ഒരു ആചാരമില്ല, ഏതാണ്ട് അതുമായിട്ട് സിമിലാരിറ്റീസ് വരുന്ന ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു പെൺവേഷം കെട്ടി വരുന്ന ഈ ഒരു പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ ബാക്കിയുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുന്ന രീതിയിൽ സൗന്ദര്യമുള്ള രീതിയിലേക്കാണ് അവർ ഒരുങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ അവിടെ സൈഡിലോട്ട് വെക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഒരു ജാസിയിലോട്ട് വരുമ്പോഴത്തേക്കിന് ജാസിനെ ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് വേറിട്ട് നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസിയുടെ ഡ്രസ്സിങ്ങിനാണ്. കാര്യം എൻ്റെ പല പെൺസുഹൃത്തുക്കളാണ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, അതായത് ജാസിയുടെ ഡ്രസ്സിങ് കാണുമ്പോൾ പല പെൺകുട്ടികൾക്കും അസൂയം കുശുമ്പ് തോന്നാറുണ്ട്. കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ജാസി ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുന്നുള്ളത്. പിന്നെ ഇനി ഈ ഒരു സ്ഥലത്ത് ഇവിടെ ജാസിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഈ പറഞ്ഞത് അത്യാവശ്യം ആൾക്കാർ അറിയുന്ന, ആളുകൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇനി ആ ഒരു ഇൻസിഡന്റിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, സ്ത്രീവേഷം കെട്ടിയ ആളല്ല, ഞാൻ ട്രാൻസ്ജെൻഡറായി മാറിയ ആളാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരാവശ്യമില്ല. കാര്യം അവിടുത്തെ വിശ്വാസം അതാണ്, ആചാരം അതാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ആചാരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേഷം കെട്ടി വരികയാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ലടേ. വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങളെ എനിക്കറിയാം, അതായത് ഇവന്മാർക്ക് അറിയാം. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പറഞ്ഞ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്താണ് ഈ പറഞ്ഞ വിളക്കെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇനി കാണിച്ചു കൊടുക്കണം. എൻ്റെ സുഹൃത്ത് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ജാസി അവിടെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. കാര്യം സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ സമൂഹം അംഗീകരിക്കുന്ന ഒരു ആചാരമാണ് അവിടെ അല്ലേ, ആ ഒരു ദിവസമാണ് അവിടെ ഇങ്ങനെ വന്നിട്ട് ഓക്കെ അത് പറ്റില്ല, നിങ്ങൾ വിളക്കെടുക്കാത്ത എന്താ, അതെങ്കിൽ അവരെ അതെന്ത് ഇതെന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇവരെല്ലാം വന്ന് ഈ ചൊറിയാൻ വന്നേക്കുന്നത്. വിളക്കെടുക്കാൻ ആള് റോഡ് പോയിട്ടുണ്ട്. ഞാൻ പകത്തിലേക്ക് തൊഴാൻ വേണ്ടി ഇപ്പൊ വന്നേ ഉള്ളൂ ഞങ്ങള്. ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാള്. ഈ ആയിട്ട് ചോദിച്ചൊരു 5 മിനിറ്റ് മുമ്പ് ആള് പോയത്. വിളക്കിന് നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. എടുത്ത
അവിടെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചാണ്ണ കണ്ടോ, ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് വലിയൊരു കൗതുകമായിട്ട്. ഒരു മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ മറ്റേ ജയസൂര്യ അഭിനയിച്ച ഒരു സിനിമയ്ക്കകത്തുള്ള ആ ഒരു ഇൻസിഡന്റ്, അതിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ്. ഇവിടെ എല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് ജാസിയൊക്കെ അവിടെ പെട്ട് നിൽക്കുകയാണ്. പിന്നെ മാക്സിമം ആയത്തിൽ സംസാരിച്ചു, ചേട്ടാ അങ്ങനല്ല ചേട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വീഡിയോ വരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. മാറിയ വ്യക്തിയാണ്. അങ്ങനെ ഒരുങ്ങി വന്നുവിടുന്നു. ഇവനൊക്കെ ഏതറ ഇവനൊക്കെ മുമ്പിലേ നിങ്ങൾ വിളക്കെടുത്താലാണ് ഒരുങ്ങി നിങ്ങൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ നാടിന് ഞങ്ങൾക്ക് ദോഷം. അതായത് ഇവരുടെ നാടിന് ദോഷമാണെന്ന്. എന്റെ പൊന്നുഹേ, ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വന്നേക്കുന്നത് നിങ്ങളാണ് ആ ഒരു നാടിന്റെ ദോഷം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നോർമലി നമ്മള് സോഷ്യൽ മീഡിയ വന്നതിൽ നമുക്ക് സന്തോഷമാണ്, വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിലേക്ക് നിങ്ങൾ വിളക്കുമായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അതുകൊണ്ടാ പറഞ്ഞത്. എന്തെന്ന് മനുഷ്യരാണ് നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. അതായത് ഈ ഒരു ദിവസത്തിന്റെ ആ ഒരു വിശ്വാസം, ആചാരം, അനുഷ്ഠാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സ്ത്രീകളായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ സമൂഹം അംഗീകരിക്കുന്ന ദിവസമാണ്. അതാണ് അവിടുത്തെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം എന്ന് പറയുന്നത് അതാണ്. അല്ലേ, ഇവരെന്താണ് ചെയ്തേക്കുന്നത്? അതിനെല്ലാം തെറ്റിക്കുന്ന രീതിയിൽ. എന്നിട്ട് ഇവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസത്തെയും മതത്തെയൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇവർ വന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇതിനകത്താണെങ്കിൽ ജാസി ഈ പറഞ്ഞ പോലെ മുസ്ലിമാണ്, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ, അങ്ങനെ കുറേ ടീംസ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറേ കാണാനും പറ്റും. ഇവരിനി അതിൻ്റെ പേരിലാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ എന്തിനാണെങ്കിലും ഈ ഒരു ആചാരത്തിന് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ, അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇങ്ങനെ ആചാരം അനുഷ്ഠിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഓക്കെ നിങ്ങൾ നാടിന് ശാപമാണ് അല്ലെങ്കിൽ നാടിന് ദോഷമാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നവരാലിക്കുന്ന നിങ്ങളാണ് ഇതിന് ദോഷം എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, വളരെ കപടമുഖമായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ ഇവർ. വിശ്വാസത്തിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ ഒരു വിശ്വാസത്തെ തന്നെ തെറ്റിക്കുന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ വിശ്വാസികളാണോ? ഈ അന്ധത മൂത്തേക്കുന്ന കുറേ ആളല്ലേ ഇവന്മാർ. നിങ്ങൾ തന്നെ ആലോചിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന ചോദ്യം ചെയ്ത് നിർത്തിക്കുന്ന ഇതേ ടീംസ് തന്നെയാണെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ ഇത് ഇവരെവിടെയെങ്കിലും പോയിരിക്കും. മേ ബി ഈ പറയുന്ന ഇതിൽ പല ആൾക്കാരെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഈ ചക്കച്ചാവണി കണ്ട ഈച്ചേനെ പോലെ ആണെങ്കിൽ പൊതിഞ്ഞു കുടിക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പുറത്ത് വന്നിട്ട് വലിയ പകൽമാന്യരായിട്ട് കളിക്കുന്ന ടീംസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു ആവശ്യമില്ല. അപ്പോഴും ജാസി ആണെങ്കിൽ അവരുടെ മുഖം തന്നെ കണ്ടില്ലേ, ഭയങ്കര വിളറി വെളുത്ത് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് മാക്സിമം ആയത്തിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതല്ലാതെ തിരിച്ച് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശബ്ദം മാറുമോ റൂഡാവോ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇവന്മാർ നേരെ പൊന്നിട്ട് വട്ടം കൂടി ഇരിക്കും, അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഇവന്മാർ ചെയ്തേനെ. കാര്യം അതുപോലത്തെ മണ്ടന്മാരാണ്. വിശ്വാസത്തിന്റെ പേരിൽ ഈ കള്ളത്തരം കാണിച്ചിരുന്ന കപട മോഹങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവന്മാർ. വിശ്വാസികളല്ല. ഇതാണ് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഫേസിൽ ഇവരെ അപമാനിക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ അപമാനിച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് എവിടെ ഈ പറയുന്ന പോലെ ചെണ്ടയുടെയും അങ്ങനത്തെ കുറച്ച് സൗണ്ട് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞ് വന്നേക്കുന്ന വേറൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എന്തെന്ന് മനുഷ്യരാണ് ഇതൊക്കെ അവസ്ഥ. അവിടെ നിന്നവന്മാരെക്കാട്ടിൽ വലിയ, അതായത് ഈ ഒരു കമന്റ് ബോക്സുകളിലും അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് ഒക്കെ ഇറക്കി വിടുന്നവന്മാരില്ലേ, അവരുടെയൊക്കെ ഒരു റിയൽ വേർഷനാണ് ഇപ്പോൾ ആ പറയുന്ന പോലെ ഒരു അമ്പലത്തിന് ചുറ്റും കൂടിയിട്ട് ഈ ജാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനെ കൊണ്ട് നിന്നേക്കുന്ന ആ ഒരു ടീംസ് എന്ന് പറയുന്നത്. ഇനി ഒരു വീഡിയോയുടെ ഒക്കെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. അള്ളാഹുവിനെ മറന്നൊന്നും ചെയ്യലില്ല എന്ന് പറഞ്ഞ വ്യക്തി റമളാനിൽ കൊറ്റംകുളങ്ങര പോയിരിക്കുന്നു. ഇനി ഇതിൻ്റെ താഴെയാണെങ്കിൽ ഇസ്ലാമിൽ തന്നെ ഉള്ള ഒരാൾ കൊടുത്തേക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇങ്ങനത്തെ കമൻറ്റ് ഇട്ടിട്ട് മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത്? അതായത് ഇസ്ലാമിലുള്ള ആൾക്കാരെ പറയിപ്പിക്കുന്നത് ഇസ്ലാമിലുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് വളരെ ടോക്സിക് രീതിയിൽ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കമൻറ്റ്, ഇത്തരം കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ ബാക്കിയുള്ളവരും വിശ്വസിക്കണം. അതങ്ങനെ വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അതേപോലെ തന്നെ അവർ ഫോളോ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ മറ്റൊരാളും വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം മറ്റൊരാളോട്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത് ഒരു തെറ്റാണ്. അത് വിശ്വാസമല്ല, അത് അന്ധതയാണ്, അന്ധവിശ്വാസമാണ്. ഓക്കെ, അതൊരു റോങ് നമ്പറാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ അയാൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ മറ്റേ ആളും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് എന്ത് വിവരക്കേടാണ്, എന്ത് മണ്ടത്തരമാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ആ ചെയ്യുന്ന ഒരു കാര്യം ഒരു തെറ്റാണ്. ഓക്കെ, ഇനി ഒരു വിശ്വാസങ്ങളെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ ജാസി പറയുന്ന മറ്റൊരു ബൈറ്റ് ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം.
എനിക്ക് അന്നത്തെ ഒരു ഓർമ്മയ്ക്ക് വലിയൊരു ഓർമ്മയായിട്ടില്ല. വന്നിട്ട് ഒരു വട്ടം കൂടി മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയൊരു ഓർമ്മകളായിട്ട് എൻ്റെ മനസ്സിലില്ല. അന്ന് വിളക്കെടുത്ത് പോയിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടെ ക്രൗഡുണ്ട്, കുറച്ചും കൂടെ ഒക്കെ എന്താ പറയുക, ചമയങ്ങളും എല്ലാം കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അമ്പലത്തിൽ തൊഴുതിൽ ഒരുപാട് സന്തോഷം. അല്ല, ഇതിനു മുമ്പ് വന്നപ്പോ പ്രാർത്ഥിച്ച ആഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു? അത് ഞാൻ എനിക്ക് തോന്നുന്നു 10th പാസ്സാവാൻ വേണ്ടിയാണ് അന്ന് തോന്നുന്നത് പ്രാർത്ഥിച്ചത്. 10th or +2 ആ സമയത്ത് അത് ഓക്കെ, നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടായിരുന്നു. അതിന് ഫ്രണ്ട്സ് അതേപോലെ ആ പറഞ്ഞ ആഗ്രഹം നടക്കാൻ പറ്റും എന്ന് വിചാരിച്ചു തന്നെയാണ് അന്ന് വന്നത്. ജാസിക്കപ്പോ എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്? എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്. എനിക്ക് എല്ലാ മതക്കാരെയും ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന മതം എന്നൊന്നുമില്ല. കേട്ടില്ലേ, എല്ലാ മതക്കാരെ ഇഷ്ടമാണ്, എല്ലാ മതത്തെയും വിശ്വാസമാണ്. അങ്ങനെ ആയിരിക്കണം ഒരു റിയൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അതുപോലും പറ്റാത്ത ആൾക്കാരാണ് കമന്റ് ബോക്സിൽ കിടന്നിട്ട് എവിടെ ആണെങ്കിലും ഓക്കെ നീ ഒരു ഇസ്ലാമായിട്ട് നീ അവിടെ പോയി അമ്പലത്തിൽ പോയി എന്ത് തെറ്റാണ്. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു വീഡിയോ ടൈമിലാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ ലാലേട്ടനാണെങ്കിൽ അർച്ചന കഴിച്ചു. അത് മമ്മൂട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള വന്നേക്കുന്നത്. ഇതുപോലുള്ള കുറേ വിഷങ്ങൾ, കുറേ കീടങ്ങൾ പള്ളിയിൽ ചർച്ച പോകാറുണ്ട്. അതേപോലെ എല്ലാ മതത്തിനെയും ഇഷ്ടമാണ്. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദമായിട്ട് സ്ഥലമാണല്ലോ. ഇപ്പം ഈവൻ നമ്മുടെ ഇനി ദയവേദിനി അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കേരള സാർ 100% ലിറ്ററസി സാർ, നമുക്കെന്നെ നാണക്കേടാണ്. കാര്യം ഇത്രയും ലിറ്ററസി ഉള്ള അല്ലെങ്കിൽ ഇത്രയും വിവരവും ബോധമുള്ള ആൾക്കാർ തന്നെ ഇത്രയും വിവരക്കേടുകൾ കാണിക്കും, അല്ലെങ്കിൽ ഇത്രയും വിവരം കെട്ട ഇത്ര കമൻസ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ വന്ന് കാണിക്കുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് 100% ലിറ്ററസി എന്ന് പറയാൻ പറ്റുന്നത്? നോമ്പിന് അമ്പലത്തിൽ എന്താ പറയാ, നോമ്പ് തുറ ഒരുക്കുന്നതും പള്ളിയിൽ പൊങ്കാല ഇടാൻ സ്ഥലം കൊടുക്കുന്നതും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. എപ്പോഴും ഒരു മതസൗഹാർദ്ദം. അതാണ് പൊങ്കാല ഇടുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ, ആറ്റുകാൽ പൊങ്കാലയ്ക്കാണെങ്കിൽ മുസ്ലിം പള്ളിയിൽ വരെ അതിനൊരു സ്ഥലം അനുവദിക്കുക എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള കുറേ കീടങ്ങളുണ്ട്. ഓക്കെ, നീ എന്തിനാണ് അമ്പലത്തിൽ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ കൊണ്ടുവന്നൊരു കേരളത്തിലെ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. നോമ്പുണ്ടായിരുന്നു? അപ്പോൾ എനിക്ക് നോമ്പുണ്ടായിരുന്നു. നോമ്പ് കുറിച്ചിട്ടാണ് വന്നത്. ഇവിടെ രാത്രിയാണല്ലോ പരിപാടി. ഒരു നോമ്പ് എടുത്താലും കുഴപ്പമില്ലല്ലോ. ആശയം ഇങ്ങനെ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്? ആശിക്കും അങ്ങനെ തന്നെ. ആശിക്ക് എല്ലാ മതങ്ങളിലും ആശയും ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. ആ സമയത്ത് ആശയുടെ കണക്ഷൻ ഇല്ല. ജസ്റ്റ് ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. ഇപ്പോഴാണ് ഒന്നുകൂടെ ആശയ്ക്ക് അറിയില്ല. ആശയെ പോയി ചോദിച്ചത് എന്താണ് സംഭവം, എന്ത് അമ്പലമാണ്, എങ്ങനെയാണ് ഇവിടെ ഐതിഹ്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊക്കെ ആശയെ കൂടി ഒന്ന് കൊണ്ടുവന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ്. എനിക്കിപ്പോ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കാരണം ഇവിടെ പുരുഷന്മാരാണ് വിളക്കെടുക്കേണ്ടത്. നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി മാറി ട്രാൻസ് ആയി നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് വിളക്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്തോ അത് ഓക്കെ അല്ലാത്തതുപോലെ. അതുകൊണ്ട് ആഗ്രഹം പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം വീണ്ടും ദേവിനെ ഒന്ന് കാണണം എന്നുള്ളൂ. ഈ വിശ്വാസങ്ങളെ ആചാരങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്താലും പ്രശ്നമാണ്, റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. കാര്യം നമ്മളിതിനെയൊക്കെ ബഹുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മതങ്ങളെ ഒരേപോലെ കാണുമ്പോഴത്തേക്കിന് ഈ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ അന്ധത മൂത്തേക്കുന്ന ആൾക്കാരില്ലേ, അവർ എങ്ങനെയാണോ ഇതിനെ ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ഫോളോ ചെയ്യണം. അവരെന്ത് ഒരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്ക് മാറാൻ പറ്റില്ല. ഒരു വലയം വരച്ചിട്ടുണ്ടോ അതിനകത്ത് നിൽക്കണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതല്ലടേ വിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യനെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ വിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ ഒരു ബലവും കരുത്തൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിശ്വാസങ്ങൾ. അതിൻ്റെ പേരിൽ ഇത്രയും കപടതകൾ കാണിച്ചുകൊണ്ട് വരുന്ന കുറേ ടീംസ്. ഇവിടെ ജാസിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നൊരു ചോദ്യം ചോദിക്കേണ്ട ഒരാവശ്യമില്ല, ചൊറിയേണ്ട ഒരാവശ്യമില്ല. കുറേ ഞരമ്പന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കപടതകൾ കാണിക്കുന്ന കുറേ ആൾക്കാർ. അവന്മാർ പറയുന്ന അവന്മാർ വലിയ വിശ്വാസികളാണ്, നാടിന് ദോഷമാണെന്ന്. ഈ പറയുന്നവന്മാരാലിക്കുന്നില്ല, ഇവന്മാരാണ് ആ നാടിന് ദോഷം. ആ നാടിന് മാത്രം, നമ്മുടെ കേരളത്തിന്, നമ്മുടെ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നത് ഇവന്മാരെ കുറിച്ചിട്ടാണ്, ഈ മക്കളെ കുറിച്ചിട്ടാണ് ഈ ഇത്രയും കളിയാക്കൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, എന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.